രാജു, നീ അറിഞ്ഞോ? എന്താ രാധേ കാര്യം? നീ എന്തൊരു മണ്ടനാ, ഒരന്തവുമില്ല കുന്തവുമില്ല. നീ സോഷ്യൽ മീഡിയ നോക്കാറില്ലേ? നീ കളിക്കാണ്ട് കാര്യം പറയടി. മാരക ലഹരിയുമായി 2 വിദ്യാർത്ഥികൾ ഇന്ന് പിടിയില. ആണോ? ആ പിന്നെ. അതിനെന്താ, പിള്ളേർ ആഘോഷിക്കല്ല അമ്പാനെ. എടാ പൊട്ടാ, നിനക്ക് വല്ല വിവരവുമുണ്ടോ? ഇല്ല, എന്നാ നീ പറ. എന്നാ ഇനി രംഗണ്ണം പറയും, അമ്പാൻ കേൾക്കും. പിള്ളേർ ആഘോഷിക്കേണ്ടത് മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടല്ല. ഓഹോ, പിന്നെ? ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആ, കേൾക്കട്ടെ. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരും. മുടികൊഴിയും, ശ്വാസകോശ ക്യാൻസറുകളും ഹൃദ്രോഗങ്ങളും എല്ലാം വരും. സ്ട്രോക്ക്, കരൾ രോഗങ്ങൾ, ലൈംഗിക ശേഷിക്കുറവ്, മാനസിക പ്രശ്നങ്ങൾ വരെ. എന്റെ അമ്മേ. ആ, മുഴുവൻ കേൾക്ക്. വിഷാദ രോഗങ്ങൾ, തലച്ചോറിന് കേടുപാട് വരുത്തും, ഉറക്കക്കുറവുണ്ടാക്കും, ആത്മഹത്യ പ്രേരണ വരെ. പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും നമ്മളൊരു ബാധ്യതയായി തീരും. അയ്യോ, ഇങ്ങനെയായാൽ ആ കൂട്ടുകാർ ഭാവിയിൽ ആകെ പുലിവാൻ പിടിക്കുമല്ലോ. അതെ അതെ അതെ, നമ്മുടെ സ്കൂളിലും ഇതുപോലെ കൂട്ടുകാർ ഉണ്ടാകുമോ? അറിയില്ല, സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ലഹരി വിരുദ്ധ ക്ലബ്ബ് എത്രയും പെട്ടെന്ന് രൂപീകരിക്കാൻ മാഷോട് പറയാം. കൂടാതെ ലഹരിക്കടിമപ്പെട്ട കുട്ടികളെ അതിൽ നിന്നും മോചിപ്പിക്കാനായി സ്കൂൾ കൗൺസിലറും ഉണ്ടല്ലോ. ആ, അത് ശരിയാ. അത് മാത്രമല്ല, എക്സൈസ് വകുപ്പിന് കീഴിലുള്ള വിമുക്തി കൗൺസിലിംഗ് സെന്ററുകളും ഇതിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. കൊള്ളാം കൊള്ളാം, സബാഷ്. പ്രിയ കുട്ടികളെ, ജീവിതമാണ് ലഹരി. നന്നായി ജീവിച്ച് അത് ആസ്വദിക്കൂ. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി ശിരസ്സുയർത്തി ശിരസ്സുയർത്തി